ഒരു അക്കൗണ്ടൻറ്റിന് ഇൻകം ടാക്സിനകത്ത് എത്രത്തോളം കംപ്ലയിൻറ്റ്സ് അറിഞ്ഞിരിക്കണം, എത്രത്തോളം അതിൻ്റെ വ്യാപ്തിയുണ്ട്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന നിലക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ പല ബിസിനസ്സിലും നേരിടുന്ന വിഷയങ്ങൾ ഒരു അക്കൗണ്ടൻ്റ് എത്രത്തോളം അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ച് എന്താണ്? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞത് വളരെ വാസ്റ്റായ ഒരു ഏരിയയാണ്. ഒരു അക്കൗണ്ടൻറ്റിന് ആ എല്ലാ ഏരിയകളും പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ എന്നൊന്നും സാധ്യമല്ല. ഒരുപാട് സെക്ഷൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ലോ ആണ് ഇൻകം ടാക്സ് ആക്ട്. എന്നിരുന്നാലും ഒരു അക്കൗണ്ടൻറ്റ് ഡേ ടു ഡേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ടുള്ള ആക്ടിവിറ്റിയിൽ കൊണ്ടുവരേണ്ട ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ഇൻവോയ്സിന് എഗെയിൻസ്റ്റായിട്ട് ഒരു പേയ്മെൻറ്റ് നൽകുമ്പോൾ ആ അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആ പേയ്മെൻറ്റ് ബാങ്കായിട്ടാണോ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ടാണോ നൽകുന്നതെന്ന് നോക്കുക. ക്യാഷ് പേയ്മെൻ്റ് ആണ് നൽകുന്നതെങ്കിൽ 10,000 രൂപൻ്റെ മേലെ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് നൽകാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആ എക്സ്പെൻസ് അലോ ചെയ്യില്ല. ഇതുപോലെ ഒരുപാട് കംപ്ലയിൻസ് ഒരു അക്കൗണ്ടിന് ഡേ ടു ഡേ ലൈഫിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ആക്ട് പ്രോ എന്ന കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തത് ഇൻകം ടാക്സിൻ്റെ ഡിഫറെൻറ്റ് ഏരിയകളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഒരു അക്കൗണ്ടൻറ്റിന് അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് റിലേറ്റഡ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്.